അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം വായിച്ചു. എന്നാൽ ആ സങ്കീർത്തനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. മറ്റൊരു അവസരത്തിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ നല്ലൊരു പ്രബോധനം നൽകാനുള്ള സങ്കീർത്തനമാണ്. എങ്കിലും ഞാൻ ആ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാതെ മറ്റൊരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് തിരികാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 23 മുതൽ അതിൻ്റെ 34 വരെയുള്ള വാക്യങ്ങൾ. 23 മുതൽ 34. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഇതൊക്കെ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആർക്കെങ്കിലും മൈക്ക് ഉപയോഗിച്ച് അത് വായിക്കാൻ കഴിയുമെങ്കിൽ ഈ കാര്യങ്ങൾ ആ മൈക്കിൽ കൂടെ തന്നെ അത് പാസ്സാവും. അല്ലെങ്കിൽ ഈ ഒരു സമയം വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാത്തൊരു ബ്ലാങ്ക് ആയിട്ട് നമ്മുടെ വീഡിയോ തോന്നും. സോ ലോകത്തിലുള്ള പല ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡെക്കറം കീപ്പ് ചെയ്യാനായിട്ട് വായിക്കുന്ന ഒരാൾ മൈക്കിൽ കൂടെ വായിക്കുകയാണെങ്കിൽ ആ സമയം അത്രയും ഗ്യാപ്പില്ലാതെ നമുക്ക് അത് ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിയും. മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 23 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വളരെ ശാന്തമായിട്ട് ഒന്ന് വായിക്കാം. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെയെന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീലനാടെങ്ങും പരന്നു. അനന്തരം അവർ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബും യോഹന്നാനുമായി ഷീമോൻ്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിൽ വന്നു. അവിടെ ഷീമോൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിക്കൽ വന്ന് കൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. ഈ വായിക്കപ്പെട്ട വേദഭാഗത്ത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ വലിയ അടയാളങ്ങളോടൊപ്പം കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷിച്ച 3 ഇടങ്ങളെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നു. ഇൻഫാക്റ്റ് ഇവിടെ ഒരു 3 എപ്പിസോഡുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1-ാമത്തെ എപ്പിസോഡ് താൻ പള്ളിയിലായിരുന്നപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ അവൻ്റെ അശുദ്ധാത്മാവിൽ നിന്ന് അവനെ സൗഖ്യമാക്കുന്നത് 1-ാമത്തെ എപ്പിസോഡ്. 2-ാമത്തെ എപ്പിസോഡ് നാം കാണുന്നത് അവിടെ പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച്, ഷീമോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവളെ അല്ലെങ്കിൽ യേശു അവരുടെ അടുക്കൽ ചെന്ന് ആ അമ്മയ്ക്ക് കൊടുക്കുന്ന സൗഖ്യത്തെക്കുറിച്ച് നമുക്ക് കാണാവുന്ന 2-ാമത്തെ എപ്പിസോഡ്. 3-ാമത്തെ എപ്പിസോഡ് ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പിന്നീട് വൈകുന്നേരം വ്യാധിക്കാർ ഭൂതഗ്രസ്തരൊക്കെ ഒത്തിരി പേര് വന്ന് സൗഖ്യം പ്രാപിച്ച 3-ാമത്തെ എപ്പിസോഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 1 പള്ളിയിൽ, 2 ശീമോൻ്റെ വീട്ടിൽ, 3 വലിയൊരു പുരുഷാരത്തിൻ്റെ നടുവിൽ യേശു ചെയ്ത 3 വൻകാര്യങ്ങൾ, അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശക്തി വെളിപ്പെട്ട 3 എപ്പിസോഡുകളാണ് നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 3ഇടത്തും കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, there we can see the power of the amazing servant Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ ശക്തി, പ്രൈസ് ദി ലോർഡ്, അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് ഈ 3 എപ്പിസോഡുകളിലും ഈ 3 ഇടങ്ങളിലും നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിന് ശക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള സകലവിധ പ്രശ്നത്തിനും സകലവിധ വിഷയങ്ങൾക്കും പരിഹാരം തരാൻ യേശുവിൻ്റെ പക്കൽ ശക്തിയുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ യേശുവിൻ്റെ ശക്തി വെളിപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ, അശുദ്ധാത്മ
അശുദ്ധാത്മാവ് നിറഞ്ഞവൻ. കാരണം ഈ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇത് കണ്ടോണ്ട് നിന്നവർ വരെയും അതിശയിച്ചു. 22 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, അവൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അവർ ശാസ്ത്രിമാർ അങ്ങനെയുള്ളവരൊക്കെയും എന്ത് ചെയ്തു? ഇവൻ്റെ ഉപദേശം കേട്ടിട്ട് അതിൽ വിസ്മയിച്ചു. അടുത്ത 27 വാക്യം വായിക്കുമ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. സോ ദാറ്റ് മീൻസ് യേശുവിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞവർ, കണ്ടവർ അതിശയിച്ചു, വിസ്മയിച്ചു. യേശുവിൻ്റെ പക്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 1-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് യേശു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്നു? അവിടെ സൗഖ്യമാക്കുന്നു. പുരാതന കാലത്ത് ഈ അശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അന്നത്തെ ആളുകൾ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ചിലർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു പറഞ്ഞിരുന്നത്, അശുദ്ധാത്മാവ് ഒരു തരം മാനസിക രോഗമാണെന്ന് ചിലർ അതിനെക്കുറിച്ച് കരുതിയവരുണ്ട്. ചില ലിബറലായിട്ടുള്ള വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഈ അശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കേവലം ഒരു മെൻ്റൽ സ്റ്റേജ് ആണ് എന്നൊക്കെ പറയുന്നവരുമുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു മെൻ്റൽ ഡിസോർഡറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മാനസിക വൈകല്യത്തെക്കുറിച്ചുമല്ല പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ഡീമൺ പൊസസ്ഡ് ആയിട്ടുള്ള അശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദുഷ്ടശക്തികൾ, ഹല്ലേലൂയ, പിശാച് ബാധിച്ച വ്യക്തി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പിശാചിനാൽ ഹല്ലേലൂയ ബാധിക്കപ്പെട്ട ഒരു വ്യക്തി. നമ്മുടെ ഈ കാലഘട്ടത്തിലും പിശാച് ബാധിച്ച അനുഭവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില സന്ദർഭങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ചെല്ലുമ്പോൾ പലയിടങ്ങളിലും ഭൂതങ്ങൾ ഇളകുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭൂതങ്ങൾ ഹല്ലേലൂയ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് കണ്ടിട്ടുണ്ട്. വിവിധങ്ങളായ നിലകളിൽ അശുദ്ധാത്മാവ് ബാധിച്ച അനുഭവങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ പകൽക്കാലം, ഈ വൈകവേളയിൽ നാം ചിന്തിക്കുമ്പോഴും ഹല്ലേലൂയ ഭൂതങ്ങൾ അല്ലെങ്കിൽ ഹല്ലേലൂയ സാത്താന്യ ശക്തികൾ നമ്മുടെയൊക്കെ ശരീരങ്ങളിൽ വന്ന് വസിക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ശരീരങ്ങളിൽ പിശാച് നമ്മെ ഹല്ലേലൂയ ആയുധങ്ങളാക്കി ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് വളരെ വാസ്തവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊരു മെൻ്റൽ ഡിസോർഡറിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഒരു ഡീമൺ പൊസഷൻ അല്ലെങ്കിൽ പിശാച് ബാധിച്ചിരിക്കുന്ന അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പൈശാചിക ശക്തി ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി കാണുന്ന ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, എത്ര പൈശാചിക ശക്തി ഉയർന്നു വന്നാലും യേശുവിൻ്റെ മുമ്പിൽ അതിന് നിൽക്കാനായിട്ട് കഴിയുകയില്ല. യേശുവിന് അതിനെ ശാസിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഈ പിശാചിന് പോലും അല്ലെങ്കിൽ ഈ പൈശാചിക ശക്തിക്ക് പോലും യേശുവിനെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 24 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്ന, അവർ നിലവിളിച്ചു, നസ്രയനായ യേശുവേ. യേശുവിൻ്റെ അഡ്രസ്സ് വരെ പിശാചിനറിയാം. ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ആരാണെന്ന് പിശാചിനറിയാം. പ്രൈസ് ദി ലോർഡ്. യേശു ആരാണെന്ന് ഈ അശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈ അശുദ്ധാത്മാവിന് അറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, പിശാചിന് സകലത്തെയും അറിയാം, സകലത്തെയും പിശാച് അറിയുന്നുണ്ട്. യേശുവിൻ്റെ എല്ലാ പദ്ധതികളെയും തകർക്കാനാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിശാചിന് യേശുവിനെ തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ഈ പൈശാചിക ശക്തിക്ക് യേശുവിനെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് യേശു എന്ത് ചെയ്തു? ഉടനെ ശാസിച്ച്, മിണ്ടരുത്, അവനെ വിട്ടു പോ എന്ന് അവനോട് പറഞ്ഞു. പറഞ്ഞ മാത്രമേ എന്താ സംഭവിച്ചത്? അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. ഇന്ന് ഈ പകൽക്കാലം ഈ വൈകവേളയിൽ ഒരു കാര്യം കൂടെ ഞാൻ വിളിച്ചു പറയാം. നമ്മുടെ മേലൊക്കെ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾക്ക് നേരെ എൻ്റെ യേശുവിന് അതിനെ പുറത്താക്കാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നാം പിശാചിൻ്റെ വലയത്തിൽ അകപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്നെ രക്ഷിക്കാനായിട്ട് ആരും കടന്നു വരികയില്ല, എന്നെ രക്ഷിക്കുകയില്ല, എനിക്ക് രക്ഷയുണ്ടാകുകയില്ല. പലപ്പോഴും പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ നേരെ വരുന്നതായ പ്രതിസന്ധികളുടെ മുന്നിൽ നാം എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ, ഇതിൽ നിന്ന് ആരെന്നെ കയറ്റും, ആരെന്നെ വിടുവിക്കും എന്ന് നാം ഭാരപ്പെടുമ്പോൾ, നമുക്ക് നേരെ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികൾക്ക് നേരെയും എൻ്റെ യേശുവിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊരു മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ പിശാച് ബാധിച്ച അനുഭവങ്ങൾ. എന്നാൽ ഇവിടെ വായിക്കുമ്പോൾ യേശു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രയനായ യേശുവേ. ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? പ്രൈസ് ദി ലോർഡ്.
പിശാച് പലപ്പോഴും നമ്മെ പലതരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും. എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പണ്ടത്തെ ഒണീഡ ടി വിയുടെ പരസ്യം പോലെ പിശാച് നേരിട്ട് വരികയല്ല. പ്രൈസ് ദി ലോർഡ്, പിശാച് പല മനുഷ്യരിലൂടെ, പല വാക്കുകളിലൂടെ, പല നിലവാരങ്ങളിൽ നമ്മുടെ നേരെ വ്യാപരിക്കും. ഹല്ലേലൂയ. ആ സമയങ്ങളിലെല്ലാം പ്രൈസ് ദി ലോർഡ് നമ്മൾ ഒരുപക്ഷെ പതറിപ്പോകുന്ന നിമിഷങ്ങളുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ ഈ പിശാചിൻ്റെ ശക്തി നമ്മെ വലയ്ക്കുന്ന സമയങ്ങളുണ്ടാകാം. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, യേശുവിന് അതിനുമേൽ അധികാരമുണ്ട്. ഹീ ക്യാൻ റെസ്ക്യൂ അസ്, ഹീ ക്യാൻ സേവ് അസ്. നമുക്കറിയാം, പൗലോസിൻ്റെ മേൽ പിശാച് ബാധിച്ചതുകൊണ്ടാണ് പൗലോസ് സഭയെ ഉപദ്രവിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്, കടന്നു ചെന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ന്യായപ്രമാണം പഠിച്ചയാൾ, നന്നായി ഗ്രഹിച്ചയാൾ, നല്ല എല്ലാത്തിലും വളരെ അഗ്രഗണ്യനായ വ്യക്തി. എന്നാൽ ഈ പൗലോസിൻ്റെ അകത്ത് ഒരു പിശാച് കയറിയപ്പോൾ എന്ത് ചെയ്തു, സഭയെ ഉപദ്രവിക്കാനായിട്ട് വന്നു. അപ്പോൾ യേശുവിനെ ഉപദ്രവിക്കുവാൻ, സഭയെ ഉപദ്രവിക്കുവാൻ വന്ന വ്യക്തി പൗലോസ് ആണെന്ന് പറഞ്ഞാൽ പോലും പൗലോസ് അല്ല ഇത് ചെയ്യുന്നത്. പൗലോസിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയായിരുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ തകർക്കുവാനായി, മറ്റൊരാളെ തകർക്കുവാനായി, മറ്റൊരു വ്യക്തിയെ ഇല്ലാതെയാക്കുവാനായി, നമ്മുടെ ആത്മീയ ജീവിതം തകർത്ത് കളയുവാനായി അത് ശ്രമിക്കുന്ന പല ശക്തികളും അത് മറ്റൊന്നുമല്ല, അത് പൈശാചിക ശക്തി തന്നെയാണ്. നമുക്ക് നേരെ ഉയർന്നു വരുന്നതായ ചില പോരാട്ട മണ്ഡലങ്ങൾ അത് ഒരിക്കലും ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ ബീയിങ്, ഇതൊരു നാച്ചുറൽ അനുഭവമല്ല. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കിക്കേ, ഈ പൈശാചിക ശക്തിക്ക് യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അവനെ വിട്ടു പോകേണ്ടി വന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, യേശുവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ നേരെ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികൾക്കും അതിന് നേരെ ഹല്ലേലൂയ വിടുതലുണ്ടാകുവാനായിട്ടിടയായിത്തീരും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ സിനഗോഗ് സാധാരണഗതിയിൽ ഒരു ബോറിംഗ് ഇടമായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവിടെ വന്ന് ആളുകൾ വേദഭാഗങ്ങൾ വായിക്കുന്നു, ആരെങ്കിലും അത് വിശദീകരിക്കുന്നു, അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു, ഒരു പ്രസംഗം പറയുന്നു, അത് കഴിയുന്നു, എല്ലാവരും അവിടെ നിന്ന് പൊടി തട്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഈ പ്രക്രിയ എന്നും തുടരുന്ന ഒരു സ്ഥലമായിരുന്നു സിനഗോഗ്. എന്നാൽ അവിടെ ഒരുവൻ അശുദ്ധാത്മാവ് ബാധിച്ചവനെ പുറത്താക്കിയപ്പോൾ അവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി, അവിടെ ഒരു മാറ്റമുണ്ടായി, ആളുകളിൽ ഒരു നവീകരണം ഉണ്ടായി, ആളുകളിൽ ഒരു റിവൈവൽ ഉണ്ടായി. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ളിൽ വ്യാപരിക്കുന്ന ചില പൈശാചിക ശക്തി, മോനെ നീ പോകണ്ട, അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് വേണമെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് തനിയെ നീങ്ങിക്കൊണ്ടിരിക്കും, നമ്മളൊന്നും അറിയത്തില്ല. എന്നാൽ എന്നാണോ നമ്മളിലൊക്കെ വ്യാപരിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ നാം അധികാരത്തോടെ യേശുവിൻ്റെ ശക്തിയാൽ അതിനെ ഹല്ലേലൂയ തച്ചുടയ്ക്കുമ്പോൾ, അതിന് നേരെ ദൈവിക ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മളിൽ വലിയ മാറ്റമുണ്ടാകാനിടയായി തീരും. സിനഗോഗിൽ അന്ന് വരെയും ഇങ്ങനെ ഒരു മിനിസ്ട്രി നടന്നിട്ടില്ല. സിനഗോഗിൽ സാധാരണഗതിയിൽ വന്ന് സ്റ്റീരിയോടൈപ്ഡ് ആയിട്ടുള്ള, പീരിയോഡിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു. എന്നാൽ യേശു വന്നപ്പോൾ യേശുവിൻ്റെ ശക്തി ആ സിനഗോഗിൽ വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ we have to exercise the power of God in our life. ഒരുപക്ഷെ നമ്മുടെയൊക്കെ റുട്ടീനൽ പ്രോഗ്രസ്സിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ പോകും. എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടക്കും, എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ പോകും. എന്നാൽ നമ്മളിൽ ഒരു യേശുവിൻ്റെ പവർ അല്ലെങ്കിൽ യേശുവിൻ്റെ ശക്തി വ്യാപരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു സമൂലമായ മാറ്റമുണ്ടാകുകയുള്ളൂ. ഒരുപക്ഷെ നമുക്കെല്ലാം ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും, എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് പറയുമ്പോഴും, that is good and fine, but until and unless we are able to exercise the power of Jesus Christ, യേശുവിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നത് അനുഭവിക്കാത്തിടത്തോളം കാലം നമ്മളിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദരങ്ങൾ വളരെ നന്നായി ഈ ദിവസങ്ങളിലൊക്കെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജികൾ അവർ ഉപയോഗിക്കുന്നു. നമ്മുടെ യൂട്യൂബിലുള്ള നമ്മുടെ ഹല്ലേലൂയ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, വളരെ നന്നായി കഷ്ടപ്പെട്ട് അവർ ആ കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ സമയങ്ങൾ കഴിയുന്തോറും വി ആർ മാക്സിമൈസ് അല്ലെങ്കിൽ വി ആർ യൂട്ടിലൈസിങ് ദി ടെക്നോളജീസ് ഇൻ ദ
മാക്സിമം. ഹല്ലേലൂയ. അതിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ സഹോദരങ്ങളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ മ്യൂസിക്കിൻ്റെ ആ ക്രമീകരണങ്ങളൊക്കെ വരും ദിവസങ്ങൾ കൊണ്ട് പല മാറ്റങ്ങൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ പല കാര്യങ്ങളിലും we try to incorporate the novelty, the technology and the updations. ഇതെല്ലാം സംഭവിക്കുന്നു. But right now ഞാൻ ഒരു കാര്യം കൂടി വിളിച്ചു പറയാം. Until and unless we are not experiencing the power of Jesus Christ, all our technologies, all our innovations, everything is futile. അതിന് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായി യേശുവിൻ്റെ ശക്തി അനുഭവിക്കാനായിട്ട് കഴിയണം. യേശുവിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നത് അനുഭവിക്കാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇന്നോവേഷൻസും ആഡഡ് വിത്ത് ദി പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദാറ്റ് മേക്സ് സെൻസ്. അവിടെയാണ് ഹല്ലേലൂയ ദൈവാത്മാവിൻ്റെ ശക്തി കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, we may be more prone to various kinds of updations, but we need to make sure that I am exercising, or I am trying to exercise the power of Jesus Christ in my life. എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ശക്തി അത് പരിവർത്തിക്കാൻ ഞാൻ അനുവദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴും സൺഡേ സ്കൂളിലൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ അവരോട് ഇൻസിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. വി ഹാവ് ടു എക്സ്പീരിയൻസ് ജീസസ് ക്രൈസ്റ്റ് ഇൻ അവർ പേഴ്സണൽ ലൈഫ്. ഹല്ലേലൂയ. വി ഹാവ് എ പോയിന്റ് ഓഫ് എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവുമായിട്ട് നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടായേ മതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിക്കാത്തിടത്തോളം കാലം വി മേ മൂവ് ആസ് ഇറ്റ് ഗോസ്. ഇത് പോകുന്നത് പോലെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. ഇറ്റ് വിൽ ഫങ്ഷൻ as it is. ഒരു മോണോട്ടോണസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകും. എന്നാൽ എവിടെ വെച്ചോ യേശുവിൻ്റെ ശക്തി നമ്മളെ ഒന്ന് സ്പർശിച്ചാൽ we will be really changed. നമ്മൾ വാസ്തവത്തിൽ നമ്മളിലൊരു മാറ്റമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും എല്ലാവരോടുള്ള ബന്ധത്തിൽ എൻ്റെ എളിയ ഒരു ആഗ്രഹം അതാണ്. യേശുവിൻ്റെ ശക്തി നമുക്കൊന്ന് അനുഭവിക്കാനായിട്ട് കഴിയണം. യേശുവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണം. We have to personally encounter with Jesus Christ. ഒരുപക്ഷെ നമ്മുടെ അപ്പച്ചൻ യേശുവിനെ അറിഞ്ഞ വ്യക്തിയായിരിക്കാം. അപ്പച്ചൻ ഒരുപക്ഷെ കർത്താവിന് വേണ്ടി വളരെ ശക്തമായി നിന്ന വ്യക്തിയായിരിക്കാം. ദൈവസഭയ്ക്ക് ഒത്തിരി പ്രയോജനപ്പെട്ട വ്യക്തിയായിരിക്കാം. ദൈവസഭകൾക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ച വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് കാര്യമില്ല. വി ഹാവ് അതിൻ്റെ കെയർ ഓഫിൽ ഹല്ലേലൂയ ഒരു ഇഞ്ച് പോലും ദൈവം നമ്മളോട് കണക്കിടുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ യേശുവിൻ്റെ ശക്തി അനുഭവിക്കാൻ കഴിയാത്തിടത്തോളം കാലം, യേശുവിൻ്റെ ശക്തി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്തിടത്തോളം കാലം we are just moving as it is. ഹല്ലേലൂയ. യേശുവിൻ്റെ ശക്തി നമുക്ക് നേരെ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെ പ്രയോജനപ്പെടുന്നു. പൈശാചിക ശക്തികൾക്കെതിരെ ഹല്ലേലൂയ നിലനിൽക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള വലിയ പോരാട്ടങ്ങളോ പൈശാചിക ശക്തിയോ ഒന്നും തിരിച്ചറിയുന്നില്ലെങ്കിൽ കൂടി നമ്മളിൽ സംഭവിക്കുന്ന ചെറിയ പിന്മാറ്റങ്ങൾ, നമ്മളിൽ സംഭവിക്കുന്ന ചെറിയ ഹല്ലേലൂയ ആത്മീയ മൂല്യച്യുതികൾ, ഇതെല്ലാം ജനറേറ്റ് ചെയ്ത് വിടുന്നത് ആരാ? പിശാചാണ് ഇതെല്ലാം കൊണ്ടുതരുന്നത്. പിശാചാണ് നമ്മളെ ആത്മീയമായി പുറകോട്ട് വലിക്കുന്നത്. പിശാചാണ് നമ്മുടെ സ്പിരിച്വൽ കമ്മിറ്റ്മെൻറ്റിന് ഡീഗ്രഡേഷൻ വരുത്തുന്നത്. ഹല്ലേലൂയ. പിശാച് അതിനുള്ള പ്രേരക ശക്തി നമുക്ക് നൽകി തരും. അല്ലാതെ പിശാച് വന്നിട്ട് നമ്മുടെ മേൽ വളരെ ശക്തമായ പ്രഹരമൊന്നും ഏൽപ്പിക്കുന്നില്ല. പയ്യെ നമ്മളെ പിറകോട്ട് വലിക്കുന്നത് പിശാചിൻ്റെ ശക്തിയാണ്. ബട്ട് we have made a point to encounter Jesus Christ's power. യേശുവിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ നമ്മളൊരു അവസരം കൊടുത്താൽ നമ്മളിൽ ഒരു വലിയ മാറ്റമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പലരും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, പാസ്റ്ററെ, അല്ലെങ്കിൽ നമ്മുടെ തലമുറ, നമ്മുടെ ജനറേഷൻ അതാണ്, നമ്മുടെ തലമുറയിൽ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം അപ്പോഴും വിശ്വസിക്കുന്നത്, പ്രൈസ് കർത്താവുമായിട്ട് ഹല്ലേലൂയ അവരെപ്പോഴാണോ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന ഒരു നിമിഷം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയാണ് നാം ആഗ്രഹിക്കേണ്ടത്. അവിടെ ആ ഒരു പോയിന്റിൽ അവരെത്തിയാൽ, അല്ലെ നമ്മളെല്ലാവരും ആ പോയിന്റിലെത്തിയാൽ, when we have a personal encounter with the power of Jesus Christ, പിന്നെ യാതൊന്നും പറയണ്ട. പിന്നെ നമ്മൾ ഒന്നും അവരോട് പറയേണ്ട കാര്യമില്ല. പിന്നെ ഒന്നും നമ്മൾ അവരെ ഇൻസ്ട്രക്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യവും നമ്മൾ അവരുമായിട്ട് സംവാദിക്കേണ്ട കാര്യമില്ല. They will be guided by the power of Jesus Christ. യേശുവിൻ്റെ ശക്തിയാൽ അവരെ മുന്നോട്ട് നയിക്കപ്പെടുക തന്നെ ചെയ്യും.
Hallelujah. Upon the first episode is an encounter, or where we can see that Jesus has a power over demons. And when we move to the second episode, രണ്ടാമത്തെ ആ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ ആ സിനഗോഗിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹനനുമായി ശീമോൻ്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിൽ വന്ന് അവിടെ ശീമോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. അവിടെ ചെന്ന് അവരെക്കുറിച്ച് അവനോട് പറഞ്ഞത്, അല്ലെങ്കിൽ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്തു? കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. വാസ്തവത്തിൽ ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അല്പം ഒന്ന് പഠിച്ചപ്പോൾ, ഈ വാസ്തവത്തിൽ ഒരു മീൽ, അല്ലെങ്കിൽ ആഫ്റ്റർ എവറി സിനഗോഗ് ഫെലോഷിപ്പ് വർഷിപ്പ് there was an occasion to have a meal or a food after every synagogue. എല്ലാ പള്ളി പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് ഒന്നിച്ചിരുന്ന്, സഹോദരന്മാർ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു പതിവ് ഈ സിനഗോഗ് മീറ്റിങ്ങൾക്ക് ശേഷം ഉണ്ടാകും. തീർച്ചയായിട്ടും അതൊരു ഉച്ച സമയമായിരിക്കും. സോ ആക്ച്വലി എൻ്റെ ഒരു ചിന്ത, ഇവരെല്ലാവരും ഈ ശീമോൻ്റെയും യോഹന്നാൻ്റെയും വീട്ടിലേക്ക് ചെന്നത്, അല്ലെങ്കിൽ ശീമോൻ്റെ വീട്ടിലേക്ക് ചെന്നത് എന്തിനു വേണ്ടിയായിരിക്കാം? അവരെല്ലാവരും ഒന്നിച്ചൊരിഞ്ച് ശീമോൻ്റെ അമ്മായിമ്മ ഒരുക്കി വച്ചിരിക്കുന്ന ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് അവരേക്ക് ചെല്ലുന്നത്. കാരണം ഈ സിനഗോഗിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള ശുശ്രൂഷകൾക്ക് ശേഷമായി വരാം, നമുക്ക് ശീമോൻ്റെ വീട്ടിൽ ശീമോൻ്റെ അമ്മായിയമ്മ ഒരുക്കി വച്ചിരിക്കുന്ന ആഹാരം കഴിക്കാമെന്നുള്ള താല്പര്യത്തിലായിരിക്കും അവിടെ ചെന്നത്. കാരണം പനി പിടിച്ചിരിക്കുന്ന ഒരു സീരിയസ് ഇൻസിഡൻ്റ് ആയിട്ട് ആ ഒരു വായനയിൽ എനിക്ക് മനസ്സിലായില്ല. ദേ വർ ജസ്റ്റ് കോയിൻസിഡൻ്റ്ലി ഗോയിങ് ടു ശീമോൻ, അല്ലെങ്കിൽ ശീമോൻ്റെ ഭവനത്തിലേക്ക് അമ്മായിമ്മയെ കാണാൻ. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഷീ ഈസ് ഇൽ, അല്ലെങ്കിൽ അവൾ വളരെ പനിയായി കിടക്കുന്നു എന്ന് അറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് പർട്ടിക്കുലർ മൊമെൻ്റ്, ആ ഒരു സമയത്ത് എന്താ സംഭവിച്ചത്? അവരുടെ അടുക്കൽ ചെന്ന്, യേശു അവരുടെ അടുക്കൽ ചെന്നിട്ട് ഹല്ലേലൂയ എന്ത് ചെയ്തു? അവളുടെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. അവളുടെ പനി വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. Maybe I could say the second power of Jesus Christ exhibited in the context of a kind of disruption, അല്ലെങ്കിൽ വലിയൊരു തടസ്സം, അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഇനിയും ഇതിന് ശേഷമുള്ള അവരുടെ കാര്യപരിപാടികൾക്കൊരു തടസ്സമായി. അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ ആയിരിക്കാം അവർ പ്ലാൻ ചെയ്തത്. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, അയ്യോ അമ്മായിമ്മ വരി പിടിച്ച് കിടക്കുകയാണ്, ഇനിയും നമുക്ക് കാര്യങ്ങൾ മുൻപോട്ട് നടക്കുകയില്ല. സോ ദാറ്റ് എപ്പിസോഡ് ഈസ് an episode of disruption, അല്ലെങ്കിൽ വലിയ തടസ്സങ്ങളുണ്ടായ ഒരു സാഹചര്യം, അവരുടെ മുന്നിലുള്ള പ്ലാനുകൾ മാറിപ്പോയ ഒരു സാഹചര്യം, പല കണക്കൂട്ടുകൾ തെറ്റിയ ഒരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലും എന്ത് സംഭവിച്ചത്? We could see the power of Jesus Christ. അവിടെയും നമ്മൾ കണ്ട ഒരു കാര്യം, യേശുവിൻ്റെ ശക്തി വെളിപ്പെട്ടു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതിൻ്റെ ഒരു ആത്മീയ മർമ്മം ഞാൻ വിളിച്ചു പറയാം. പലപ്പോഴും പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാറുണ്ട്, പല വിഷയങ്ങൾക്കും തടസ്സമുണ്ടാകാറുണ്ട്. നമ്മുടെ യാത്രകൾക്ക് തടസ്സമുണ്ടാകാം, നമ്മുടെ ജോലികൾക്ക് തടസ്സമുണ്ടാകാം, നമ്മുടെ മുന്നോട്ടുള്ള ഗതികൾക്ക് തടസ്സമുണ്ടാകാം, പല വിഷയങ്ങളിൽ നമുക്ക് തടസ്സമുണ്ടാകാം. എന്നാൽ ഏത് തടസ്സങ്ങളാണെങ്കിലും അതിൻ്റെ നടുവിൽ എൻ്റെ യേശുവിൻ്റെ ശക്തി പര്യാപ്തമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു പനിയാണെങ്കിലും, ഒരു ക്യാൻസർ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു നിസാര വിഷയമാണെങ്കിലും, വലിയ വിഷയമാണെങ്കിലും, യേശുവിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് യേശുവിനാൽ അസാധ്യമായതുമില്ല. യേശു സകലതും സാധിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ചിലർ പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, ഈ ഒരു ചെറിയ പനി പിടിച്ചതിന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ, ഇതിനൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ, നമ്മളെ സംബന്ധിച്ച് ഏത് ഭാരമാണെങ്കിലും യേശുവിൻ്റെ അടുക്കൽ കൊണ്ട് ചെന്നാൽ ആ ഭാരത്തെ ഇല്ലാതെയാക്കാനായിട്ട് കഴിയും. അത് വലിയ പനിയാണെങ്കിലും, ഘോരമായ എന്തെങ്കിലും അസുഖമാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും എൻ്റെ യേശുവിൻ്റെ പക്കൽ ഒരു വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. The problem is no matter it is great or mundane, അത് ചെറുതോ എന്ത് ആണെങ്കിൽ പോലും hallelujah, God is ready, Jesus is ready to encounter with that person and give a miracle. Praise the Lord. Hallelujah. അപ്പോൾ Jesus is able to meet
അവർ എവറി പ്രോബ്ലംസ്, ഏത് വിഷയവും ദൈവത്തിന് മുമ്പിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ല. അതിൻ്റെ മുന്നിൽ യേശുവിൻ്റെ ശക്തിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഒരു ചെറിയ വിഷയം മറ്റൊരാൾക്ക് വലിയ വിഷയമല്ലായിരിക്കാം, ഒരു ചെറിയ പനി മറ്റൊരാൾക്ക് വലിയ വിഷയമല്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിപരമായ വിഷയം മറ്റൊരാൾക്ക് വലിയ വിഷയമേ അല്ലായിരിക്കാം. എന്നാൽ യേശുവിന് നമ്മുടെ വിഷയത്തിന് മേൽ അവൻ്റെ ശക്തി പകരാൻ കർത്താവിന് കഴിയും. He will make sure that he will demonstrate his power upon our any problem. നമ്മുടെ ഏത് പ്രശ്നത്തിനും കർത്താവിൻ്റെ പക്കൽ ഒരു വിടുതലുണ്ട്. ഏത് പ്രശ്നത്തിനും കർത്താവ് നമ്മുടെ കൂടെ നമുക്കൊരു വിടുതൽ തരാൻ തയ്യാറാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയാം. ഇന്ന് ഈ പകൽക്കാലം, ഇന്ന് ഈ വൈകവേളയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിസാരമെന്ന് കരുതുന്ന ചില വിഷയങ്ങൾ കാണും, അല്ലെങ്കിൽ വളരെ വലുതെന്ന് നമ്മൾ കരുതുന്ന വിഷയങ്ങൾ കാണും, അല്ലെങ്കിൽ വളരെ വലുതായി നാം ദൈവസ്ഥലിൽ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കാണും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വളരെ നിസാരമായ വിഷയങ്ങൾ കാണും. ഏത് വിഷയമാണെങ്കിലും യേശുവിൻ്റെ പക്കൽ അതിനെ പരിഹരിക്കാനുള്ള ശക്തിയുണ്ട്. There is a power upon Jesus Christ in the context of disruption. നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങൾക്കും നേരെ അതിനെ ശരിയാക്കാനുള്ള ശക്തി യേശുവിൻ്റെ പക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രികാലം ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. നാളുകളായി നാം ഭാരപ്പെടുന്ന ചില തടസ്സങ്ങൾ, നാളുകളായി ഹല്ലേലൂയ നാം വേദനിക്കുന്ന ചില തടസ്സങ്ങൾ, ഒരുപക്ഷെ ഈ തടസ്സം എങ്ങനെ മാറുമെന്ന് വിചാരിക്കുമ്പോഴും, ഈ തടസ്സങ്ങൾ എങ്ങനെ നീങ്ങുമെന്ന് വിചാരിക്കുമ്പോഴും, ഹല്ലേലൂയ യേശുവിൻ്റെ പക്കൽ അതിനെ മാറ്റാനുള്ള ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഈ യോഹന്നാനും മറ്റു ശിഷ്യന്മാരിൽ ഒന്നിച്ച് അവർ യാത്ര ചെയ്ത്, പള്ളിയിൽ നിന്ന് യാത്ര ചെയ്ത് ആ വീട്ടിൽ ചെന്നപ്പോൾ അവർക്കിനി മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെ അവിടെ ആ വീട്ടിലെ ഉടമസ്ഥ, അല്ല ആ വീട്ടിലെ വ്യക്തി പനി പിടിച്ച് കിടക്കുകയാണ്. അവരുടെ കാര്യപരിപാടികൾക്ക് കാര്യമായ മാറ്റമുണ്ടാകാം, സാധ്യതയുണ്ട്. എന്നാൽ യേശു ആ തടസ്സത്തെ നീക്കി, യേശു ആ അമ്മായിയുടെ പനി മാറ്റി, അവളുടെ കരത്തിന് പിടിച്ച് അവളെ ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് തടസ്സത്തെയും, അത് ചെറുതോ വലുതോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കർത്താവിന് അതിനകത്തൊരു വിടുതൽ തരാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത് മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് വന്ന എൻ്റെ വാക്കുകളെ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ ഈ എപ്പിസോഡ് നമ്മൾ കാണുന്നത്, അവിടെ നിന്ന് യേശു പിന്നെ എന്ത് ചെയ്തു? അവിടെ അടുത്ത് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവിടെ പനിയൊക്കെ വിട്ടുമാറി അവളെ ശുശ്രൂഷിച്ച് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അങ്ങനെ പട്ടണമൊക്കെയും വാതിക്കൽ വന്ന് കൂടിയിരുന്നു. ജ്ഞാനവ്യാധികളാൽ വലഞ്ഞിരുന്നവർ അനേകരെ അവൻ സൗഖ്യമാക്കി, അനേക ഭൂതങ്ങളെയും പുറത്താക്കി. മൂന്നാമത്തെ എപ്പിസോഡ് ജ്ഞാനവ്യാധികളാൽ ബാധിച്ചവർ, രോഗത്താൽ ബാധിതരായ, രോഗം ബാധിച്ചവരായ, വിവിധങ്ങളായ രോഗത്തിൻ്റെ അടിമകളായിരുന്നവ എല്ലാവരെയും യേശുവിൻ്റെ ശക്തിയാൽ സൗഖ്യപ്പെടുത്തി. The third episode, he has the power over diseases. നമ്മുടെ രോഗങ്ങൾക്ക് മേൽ യേശുവിന് അതിനെ പരിഹരിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് യെശയ്യാ പ്രവചന പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യമായിരിക്കുന്നു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗങ്ങളെ മാറ്റാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ രോഗങ്ങളെ മാറ്റാൻ യേശുവിന് കഴിയും. എന്നാൽ ഒരു കാര്യം കൂടി അതിനകത്ത് വ്യക്തമാക്കി പറയാം. യേശു കാൽവരി ക്രൂസിൽ മരിച്ചത് നമ്മുടെ ഒരു രോഗം മാറ്റാൻ വേണ്ടിയല്ല. യേശു കാൽവരി ക്രൂസിൽ തൻ്റെ രക്തം ചീന്തിയത് ഹല്ലേലൂയ നമ്മുടെ രോഗം മാറ്റാൻ വേണ്ടി മാത്രമല്ല. അവൻ്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നതുള്ള വാസ്തവമാണെങ്കിലും അത് എൻ്റെ ജീവിതത്തിൽ ഒരു പനി മാറ്റാനല്ല യേശു ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ എനിക്ക് ഉണ്ടായ രക്ഷയ്ക്കകത്തുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്, എനിക്കുണ്ടായ രക്ഷയുടെ ഒരു ബൈ പ്രോഡക്റ്റ് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ രോഗങ്ങൾക്കും സൗഖ്യം തരാൻ എൻ്റെ യേശുവിന് ശക്തിയുണ്ട്. എൻ്റെ ആത്മാവിന് രക്ഷ വരുത്താൻ യേശു വന്നുവെങ്കിൽ, എൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നതെങ്കിൽ, എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് യേശു ഈ ഭൂമിയിൽ വന്നതെങ്കിൽ, എന്നെ രക്ഷിക്കാനാണ് യേശു ഈ ഭൂമിയിൽ വന്നതെങ്കിൽ, ആ രക്ഷയ്ക്കകത്ത് എനിക്ക് വേണ്ടിയുള്ള രോഗസൗഖ്യവും അവൻ പ്രദാനം ചെയ്യും. എനിക്ക് വേണ്ടിയുള്ള ആ രക്ഷയ്ക്കകത്ത് എന്നിൽ വ്യാപരിക്കുന്ന രോഗത്തെ പോലും മാറ്റാൻ ഹല്ലേലൂയ അത് ഉതകുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി
രാത്രികാലം ഏതെങ്കിലും രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മാറാൻ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ, ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ രോഗത്തെ മാറ്റാൻ യേശുവിൻ്റെ പക്കൽ ശക്തിയുണ്ട്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? എൻ്റെ രോഗത്തെ മാറ്റാൻ എൻ്റെ യേശുവിന് കഴിയും. എൻ്റെ രോഗത്തെ ഇല്ലാതെയാക്കാൻ യേശുവിൻ്റെ പക്കൽ ശക്തിയുണ്ട്. There is power over diseases. He has power over diseases. Hallelujah. ഒരു കാര്യം കൂടെ എൻ്റെ ഡിസ്ക്ലെയിമർ പോലെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏത് രോഗത്തെ മാറ്റാനും യേശുവിന് ശക്തി ഉണ്ടെങ്കിലും അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ഹിതം, യേശുവിൻ്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രോഗത്തിന് സൗഖ്യമുണ്ടാകും. ദൈവഹിതമാണെങ്കിൽ നമ്മുടെ രോഗത്തിന് ദൈവം സൗഖ്യം വരുത്തും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെയും നിങ്ങളുടെയും ജീവിതത്തിൽ വ്യാപരിക്കുന്ന ഏതെങ്കിലും തീരാ രോഗങ്ങളുണ്ടെങ്കിൽ, ഭാരങ്ങളുണ്ടെങ്കിൽ, ഒരു നിമിഷം ദൈവത്തോട് പറ, കർത്താവേ, നിൻ്റെ ഹിതമുണ്ടെങ്കിൽ ദൈവശക്തി എൻ്റെ മേൽ അയച്ച് ഈ രോഗത്തിൽ നിന്ന് വിടുവിക്കണമേ. ഞാൻ ഭാരപ്പെടുന്ന രോഗമണ്ഡലത്തിൽ ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ ആ രോഗത്തിൽ മേൽ ഈ ദൈവശക്തിയാൽ, യേശുവിൻ്റെ ശക്തിയാൽ ഇന്ന് വിടുവിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാമോ? ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ചില രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ചില വ്യാധികളാൽ ഭാരപ്പെടുന്നവർ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, ദൈവമേ, നിന്റെ ഹിതം ഉണ്ടെങ്കിൽ നിന്റെ ശക്തിയാൽ ഈ രോഗത്തിൻ്റെ മേൽ ഒരു വിടുതൽ എനിക്ക് നൽകി തരണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ ശക്തിയാൽ ഈ രോഗത്തിൻ്റെ മേൽ ഒരു വിടുതൽ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്, ഹല്ലേലൂയ, ദൈവാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. വളരെ ഭാരത്തോടെ രോഗത്തിന്റെ പീഡയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവചനാത്മാവിൽ സംസാരിക്കുന്നു. ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആലോചന ഉണ്ടെങ്കിൽ എല്ലാ രോഗത്തെയും, എല്ലാ വ്യാധികളെയും യേശുവിന്റെ ശക്തിയാൽ നമുക്കൊരു വിടുതൽ തരുവാൻ അവന്റെ പക്കൽ ശക്തിയുണ്ട്. He has a power over diseases. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ രോഗത്തിന്റെ മേലും അതിനെ ജയിക്കുവാനുള്ള ഒരു ശക്തി എൻ്റെ യേശുവിൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് വളരെ ശക്തമായി എന്നെ ഹേമിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതം, ഹല്ലേലൂയ, വെളിപ്പെടുന്നുവെങ്കിൽ ഏത് രോഗത്തിൻ്റെ ബാധയായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ പക്കൽ അതിനെ നിഷ്പ്രയാസം ഒരു നിമിഷം കൊണ്ട് സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഹല്ലേലൂയ, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ശക്തിയാൽ ഇന്ന് രാത്രികാലം യേശുവിൻ്റെ ശക്തിയാൽ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ചില രോഗത്തിൻ്റെ അവസ്ഥകൾ, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ചില രോഗത്തിൻ്റെ മണ്ഡലങ്ങളെ ഇന്ന് രാത്രികാലം തന്നെ സൗഖ്യമാക്കണമേ. നിന്റെ പക്കൽ ഹല്ലേലൂയ ശക്തി ഉണ്ടല്ലോ. സകല ദുർവ്യാധികളും, സകല രോഗങ്ങളും സൗഖ്യമാകാൻ യേശുവിൻ്റെ ശക്തി ഇന്ന് എൻ്റെ മേൽ വ്യാപരിക്കണമേ. ഓ റിബലബ ശബ്ദരാദലാദല റിഗലബലബ ശബ്ദരാദരാസിയാരഗദനെ അംദരാദലബ ശബ്ദരാദരഹദയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അസാധാരണമായി ഹല്ലേലൂയ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നു. പതിവിന് വിരുദ്ധമായി പരിശുദ്ധാത്മാവ് നമ്മളിൽ ഹല്ലേലൂയ നമ്മളിൽ വ്യാപരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ദൈവത്തെ ചേർന്ന് സ്തുതിച്ചാട്ട്, ഹല്ലേലൂയ, we praise you Lord, ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി ഇന്ന് ഈ പകൽക്കാലം നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ. നമ്മുടെ രോഗത്തിന്റെ മേൽ, നമ്മുടെ ക്ഷീണത്തിന്റെ മേൽ, നമ്മളിൽ വ്യാപരിക്കുന്ന എല്ലാ രോഗമണ്ഡലങ്ങളുടെ മേലും യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. Oh rabadaba shadaradara hadaradala shamdaradara. Hallelujah, 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 hallelujah. Our Jesus has the power. Our Jesus has an amazing power. നമ്മുടെ യേശുവിന് പക്കൽ ശക്തിയുണ്ട്. Hallelujah. He has power over demons. He has power over disruptions. He has, hallelujah, power over diseases. Hallelujah. എല്ലാറ്റിനും മേലും ഹല്ലേലൂയ സൗഖ്യം തരാനും വിടുതൽ തരാനും ഹല്ലേലൂയ വ്യാധികൾ മാറ്റാനും യേശുവിൻ്റെ പക്കൽ ശക്തിയുണ്ട്. ആ ശക്തിയിൽ എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ആശ്രയിക്കാനായിട്ട് കഴിയും? ഹല്ലേലൂയ. എനിക്കറിയാം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില അസാധാരണമായ നിലയിൽ നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ചിലരോടൊക്കെ ഇടപെടുകയാണ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന
ചില തടസ്സങ്ങൾ മാറ്റാൻ യേശുവിന് ശക്തിയുണ്ട്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ചില പ്രശ്നങ്ങൾ മാറാൻ യേശുവിൻ്റെ പക്കൽ ശക്തിയുണ്ട്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ചില പൈശാചിക ശക്തികളെ ഹല്ലേലൂയ തച്ചുടയ്ക്കാൻ യേശുവിൻ്റെ പക്കൽ ശക്തിയുണ്ട്. ആ ശക്തിക്കായി ഇന്ന് രാത്രികാലം ചേർന്ന് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സകല രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാനായിട്ട് പോവുകയാണ്. ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തിയുണ്ട്. ഹി ഹാസ് ദ പവർ ഓവർ ഡീമൺസ്. ഹി ഹാസ് ദ പവർ ഓവർ ഡിസറപ്ഷൻസ്. ഹി ഹാസ് ദ പവർ ഓവർ ഡിസീസസ്. നമ്മുടെ ജീവിതത്തിലെ സകല പ്രതിബന്ധങ്ങളുടെ നേരെയും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല പൈശാചിക ശക്തികളുടെ നേരെയും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല വ്യാധികൾക്ക് നേരെയും അവൻ്റെ പക്കൽ ശക്തിയുണ്ട്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.